മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉഴുന്നോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കാം. ഇത് നിങ്ങൾ തയ്യാറാക്കാറുള്ളതായിരിക്കാം, എന്നാലും ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം. ഇത് ഞാൻ 4 മണിക്കൂർ കുതിർത്തിയെടുത്ത അരിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് ചോറാണ്. നമുക്ക് ഏത് ചോറ് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് റൈസിൻ്റെ ചോറാണ് ചേർക്കുന്നത്. ദോശയ്ക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വൈറ്റ് കളറുള്ള ചോറ് തന്നെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചേർത്ത് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാവ് തേങ്ങ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ അത് മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് പഞ്ചസാര ചേർക്കുന്നത് സഹായിക്കും. അതുകൊണ്ടാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മുതൽ 12 മണിക്കൂർ വരെ ഫെർമെൻറ്റേഷനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഈ മാവ് 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് അടച്ചു വെച്ചിട്ട് 10 മണിക്കൂറായിട്ടുണ്ട്. 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ തയ്യാറാക്കാം. ഒരു തവി മാവ് കോരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ദോശ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതുപോലെ ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഈ കോക്കനട്ട് ദോശ കഴിക്കാനായിട്ട് ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണേലും എടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ശരവണഭവൻ ചട്നിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തിട്ടതും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചട്നി ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. സവാളയും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഉണ്ടമുളകാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള എരിവ് എത്രയാണോ അതനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. മുളകും കൂടി ചേർത്തതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നിട്ട് ഇതിലേക്ക് 1 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചട്നി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചട്നി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയതാണ്. ഇനി നമുക്ക് ഈ ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ദോശയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള
ടൊമാറ്റോ ചട്നിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.